ഹായ് ഹലോ നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കുറേ കാലങ്ങളായിട്ട് മെസ്സേജ് വരുന്നുണ്ട്, മെയിൽ വരുന്നുണ്ട്. അതായത് HIV പോസിറ്റീവ് ആയിട്ടുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്കുള്ള ഒരു ഐഡിയൽ ഡയറ്റ് പറഞ്ഞു തരൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകൾ ഈ മൾട്ടി വൈറ്റമിൻ ടാബ്സ്, ഇന്ന മൾട്ടി വൈറ്റമിൻ നല്ലതാണോ അല്ലെങ്കിൽ ഇന്ന വൈറ്റമിൻസ് ഡെയിലി എടുക്കുന്നത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കേണ്ടതാണ്. അതായത് HIV ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ HIV ട്രീറ്റ്മെൻറ്റിലുള്ള ഒരാൾ ഡയറ്റ് എടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ഫുഡ് എടുക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വാളിറ്റി ആണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ്, ക്വാണ്ടിറ്റി അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഞങ്ങൾ തന്നെ ആദ്യ കാലങ്ങളിൽ കുറേ ആളുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം. നിങ്ങളൊരു 5 ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ഒരു 6 ചപ്പാത്തി കഴിക്കണം, അല്ലെങ്കിൽ ഒരു 4 ഇഡ്ഡലി കഴിക്കുന്നവരാണെങ്കിൽ 5 ഇഡ്ഡലി കഴിക്കണം എന്നൊക്കെയുള്ളത് ആദ്യകാലങ്ങളിൽ ഞങ്ങളും പറഞ്ഞു കൊടുത്തിരുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. നേരെ മറിച്ച് നമ്മളുടെ ഒരു സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫുഡിനകത്ത് കുറേ അധികം പോരായ്മകളുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം, ഇപ്പോൾ കേരളം, ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് ഇരിക്കുന്നത്, എന്നാലും നമ്മുടെ സ്ഥലം എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയാമല്ലോ. അപ്പോൾ കേരളം ആണ് നമ്മളുടെ ഒരു ഡയബറ്റിക്കിൻ്റെ ഒരു ക്യാപിറ്റൽ പോലെ നമ്മുടെ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ, പ്രത്യേകിച്ച് മലബാർ ഏരിയകളിലൊക്കെ ക്യാൻസർ രോഗികൾ വർദ്ധിച്ചു വരുന്നത് നമ്മളുടെ ഒരു ഫുഡ് ഹാബിറ്റിൻ്റെയും ഫുഡിൻ്റെ ആ ഒരു പാറ്റേണിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ഭക്ഷണശീലം അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് പാറ്റേണൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ അധികം മാറി ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഒരുപാട് ആളുകളിൽ നല്ല റിസൾട്ടും നല്ല ചേഞ്ചസും വരുത്തുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാതെ നമ്മൾ സപ്ലിമെൻറ്റ്സിനെയോ മൾട്ടി വൈറ്റമിൻസിനെയോ ഒന്നും ആശ്രയിക്കാൻ പോകരുത് എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന മൾട്ടി വൈറ്റമിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ചില മൾട്ടി വൈറ്റമിൻസുകൾ നമ്മുടെ ശരീരത്തിൽ ചെന്ന് നമ്മളന്ന് കഴിക്കുന്ന ഫുഡുമായിട്ട് അത് സംയോജിച്ച് പല രാസപദാർത്ഥങ്ങളും പ്രൊഡ്യൂസ് ചെയ്യും. തന്മൂലം ചില കാസിനോയിഡ്സ്, അതായത് ക്യാൻസറിനെ ജനിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ചില സെൽസുകൾ ഉരുത്തിരിയുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് ഡെയിലി വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫുഡിൽ എന്തൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളത് നിങ്ങളുടെ റോളാണ്. നമ്മൾ പറയുന്ന അതേപോലെ കോപ്പി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു 26 വയസ്സിന് മുകളിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫുഡിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 70 കിലോ ഉള്ള ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 70 ഗ്രാം പ്രോട്ടീനെങ്കിലും ദിവസം കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമ്മളുടെ ഒരു ഭക്ഷണശീലം ഞാൻ പറഞ്ഞുതരാം. രാവിലെ ഒരു 4 ഇഡലിയും സാമ്പാറും അല്ലെങ്കിൽ ചട്നിയും കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഇഡലി എന്ന് പറയുന്നത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. നിങ്ങൾ കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങും. അപ്പം ഈ ഇഡലിക്കകത്ത് കുറച്ച് ഗട്ടിന് പ്രയോജനമായിട്ടുള്ള കുറച്ച് നല്ല ബാക്ടീരിയാസ് അല്ല, പ്രത്യേകിച്ച് ഇഡലിക്കകത്ത് കാർബോഹൈഡ്രേറ്റ് അല്ലാതെ വേറെ നമുക്ക് പ്രോട്ടീനൊന്നും അതിൽ നിന്ന് കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മളിപ്പോൾ ഒരു സാമ്പാർ കഴിക്കുന്നു, അത് സമീകൃത ഭക്ഷണമാണ്, സാമ്പാർ ആനയാണ് ചേനയാണെന്നൊക്കെ കുറേ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ വീട്ടിൽ 4 പേരുണ്ട്, 4 പേർക്ക് നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ അതിനകത്തൊരു 100 ഗ്രാം പരിപ്പിടുമോ? ഈ 100 ഗ്രാം പരിപ്പിൻ്റെ പ്രോട്ടീൻ ഒരാൾക്ക് തന്നെ ചെന്നാൽ പോലും അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നത്. സോ അതിനകത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് വെജിറ്റബിൾസിൻ്റെ വൈറ്റമിൻസും ഫൈബേഴ്സും അല്ലാതെ കുറച്ച്
കുറച്ച് വളരെ തുച്ഛമായിട്ടുള്ള പ്രോട്ടീനും അല്ലാതെ ഈ രാവിലെ നിങ്ങൾ കഴിക്കുന്ന ഈ 4 ഇഡ്ഡലി സാമ്പാറിനകത്തൊന്നും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ അതിൻ്റെ പുറത്തുകൂടെ ഒരു ചായയോ കോപ്പിയും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ പൂർത്തിയായി. മനസ്സിലായി? അപ്പം ഇതിനകത്തുനിന്ന് ഞാൻ അതിൻ്റെ ഐഡിയ പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തന്നത്. എഗെയിൻ ഉച്ചക്കത്തേക്ക് പോവാം. ഉച്ചക്കത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ചോറ് വിളമ്പി കഴിക്കും. അതിൻ്റെ കൂടെ ഒരു മീൻകറി, ഒരു തോരൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിച്ചുകൂട്ടാൻ, ഈ ഒരു രീതിയിലായിരിക്കും ഒരു ശരാശരി വീടുകളിൽ പോവാം. അല്ലെങ്കിൽ 1-2 കൂട്ടം കറി ഉണ്ടാവും, ഒരു വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഒരു കഷ്ണം മീനിനകത്ത് എത്ര ഗ്രാം പ്രോട്ടീനാണ് ചെല്ലുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ചോറിൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ചില സ്ഥലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ തെക്കൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ വൈറ്റ് റൈസാണ്, അത് ശരീരത്തിന് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ്. വൈറ്റ് കളറിലുള്ള റൈസ് പൊടി അതുപോലുള്ള സാധനങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വേസ്റ്റാണ്. സോ അതും കഴിച്ചിട്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ വയറ്റിൽ കുറേ അധികം ഫാറ്റ് ഡിപ്പോസിറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ലിവറിൽ പോയിട്ട് കുറച്ച് ഫാറ്റി ലിവേഴ്സ് ഉണ്ടാവും, കുറച്ച് ശരീരത്തിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ ഫാറ്റായിട്ടൊക്കെ വരും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നിങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ ഒന്ന് ആവറേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഒരു ക്യാബേജ് ചോറിനാണെങ്കിൽ തീർന്നു, അതിനകത്ത് കുറച്ച് ഫൈബേഴ്സ് ഉണ്ടാവും. തേങ്ങാപ്പീരക്കകത്തും കുറച്ച് ഫൈബറും കുറച്ച് വൈറ്റമിൻസും ഒക്കെ ഉണ്ടാവും. അതേമാതിരി ഫിഷിനകത്ത് ഇപ്പോൾ 1-2 കഷ്ണം മീൻ കഴിക്കുന്നവരാണെങ്കിൽ ഒരു 2 ഗ്രാം പ്രോട്ടീന് കൂടുതലൊന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഉച്ചക്കത്തേൻ്റെ ഒരു പ്രശ്നം. വൈകിട്ട് എഗെയിൻ ചപ്പാത്തിയോ ചിക്കനോ അങ്ങനെയാണെങ്കിൽ ചിക്കനകത്തുള്ള പ്രോട്ടീൻ കിട്ടും. അതും ചിക്കൻ്റെ ഓരോ പോർഷനിലും ഓരോ ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ്. ഫോർ എക്സാമ്പിൾ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ 100 grams ചിക്കൻ ബ്രസ്റ്റ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് അറൗണ്ട് 30-34 grams ഓഫ് പ്രോട്ടീൻസ് പെർ ഡേ കിട്ടും. അത്രയൊക്കെ ആരെങ്കിലും കഴിക്കുമോ? ചിക്കൻ ബ്രസ്റ്റ് തന്നെ നോക്കി ആരെങ്കിലും കറി വെക്കുമോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടേതായിട്ടുള്ള ഒരു പ്രശ്നം കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഫുഡിനകത്ത് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും? അപ്പം പ്രോട്ടീന് ഭയങ്കര വിലയല്ലേ, പ്രോട്ടീൻ ഫുഡ് ഭയങ്കര ഇതല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം വളരെ സിമ്പിളായിട്ട് പ്രോട്ടീനെ ഹാക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് പ്രോട്ടീൻ കിട്ടുന്ന ചില സംഭവങ്ങളുണ്ട്. അതായത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പ് സാധനം മുട്ടയാണ്. മുട്ട നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു മുട്ട ഡീലറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു 50 മുട്ട 60 മുട്ടയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഒരു 5 രൂപ 40 പൈസയ്ക്ക് വെച്ചിട്ട് മുട്ട കിട്ടും ശരാശരി. അപ്പോൾ ഒരു മുട്ടയ്ക്കകത്ത് 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ഒരു ദിവസം 4-5 മുട്ട കഴിക്കാമല്ലോ, അല്ലെങ്കിൽ 4 മുട്ട കഴിക്കാമല്ലോ. ഇതിനകത്ത് ഓൾ എഗ് കംപ്ലീറ്റ് എഗ് യോക്ക് കൂടെ, അതായത് മഞ്ഞക്കുരു ഉൾപ്പെടെ നിങ്ങൾക്ക് 2 മുട്ട 3 മുട്ട വരെ കഴിക്കാം. 1-2 മുട്ടയുടെ വൈറ്റും കൂടെ കഴിക്കാം. സോ അപ്പോൾ തന്നെ 5 മുട്ട കഴിച്ചു കഴിഞ്ഞാൽ എത്ര ഗ്രാം പ്രോട്ടീൻ ആയെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച്. പിന്നെ സോയ ചാങ്ക്സ് വളരെ ചീപ്പാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് പ്രോട്ടീനാണ്. സെൻറ്റൻസ് ശ്രദ്ധിച്ച് കേട്ടോണം, കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാന്റ് പ്രോട്ടീനാണ് സോയ ചാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്ലാന്റ് പ്രോട്ടീനകത്ത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ പ്ലാന്റ് പ്രോട്ടീനെ ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് പ്രോട്ടീനാണ് സോയ ചങ്ക്സ്. അതും വളരെ ചീപ്പായിട്ടുള്ള സംഭവമാണ്. അത് പല രീതിയിൽ കറി വെച്ച് കഴിക്കാം. യൂട്യൂബ് നോക്കിയാൽ മതി, പല ടേസ്റ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് പേഴ്സണലി ഞാൻ പറയാം, ചിക്കൻ ബ്രസ്റ്റ് എല്ലാ ദിവസമൊന്നും കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ബോറാണ്. ഇതിങ്ങനെ റബ്ബർ പോലെ ഇരിക്കും, കഴിക്കാൻ പറ്റില്ല, ഇഷ്ടപ്പെടില്ല. നമ്മൾ 1-2 ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെങ്ങനെ കഴിക്കും എന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ ഭയങ്കര ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ നമുക്ക് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ കുറച്ച് ജിം ഭ്രാന്തനായതുകൊണ്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റൊക്കെ മേടിച്ചാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ വലിയ പാടാണ്, കഴിച്ചെടുക്കാൻ വലിയ പാടാണ്. അപ്പം അതും കൂടെ പറയണമല്ലോ. അപ്പം അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നോർമൽ ചിക്കൻ വാങ്ങുക, അതൊരു അത്യാവശ്യം ഒരു വെയിറ്റ് മെഷീൻ വെച്ച് നോക്കിയിട്ട് ഒരു 100 grams പെർ ഡേ കഴിക്കാൻ നോക്കുക. എങ്ങനെയെങ്കിലും നമ്മൾ തലകുത്തി നിന്നാലും നമ്മളൊരു 70 കിലോ ആണ്, 70 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 70% 80% എങ്കിലും എങ്ങനെയെങ്കിലും പയറ്, കടല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇതൊന്നും പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡറിനെ വല്ലതും ആശ്രയിച്ചാൽ മതി. അതിന് വിലയാണ്, നല്ല പ്രോട്ടീൻ പൗഡറിന് വിലയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാച്ചുറൽ ഫുഡ് കൊണ്ട് കിട്ടുന്ന പനീർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ
ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ട മൈ ഫിറ്റ്നസ് പാൽ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ നോക്കുക. അതിനുശേഷം കാർബ് കണ്ടമാനം കുറയ്ക്കുക. അതായത് ഇപ്പോൾ എടുക്കുന്ന റൈസിൻ്റെ നേരെ പകുതിയാക്കുക, അല്ലെങ്കിൽ പകുതിയുടെ പകുതിയാക്കുക, 4-1 എന്നിട്ട് കറി ചോറ് എടുക്കുന്ന പോലെ എടുക്കുക. ധാരാളം കറികൾ കൂട്ടുക, ചോറിൻ്റെ എമൗണ്ട് കുറയ്ക്കുക. ഇനി നിങ്ങൾക്ക് ഒറ്റ നേരം അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ 3 നേരം കഴിക്കുന്നുണ്ട് 4-5 ആയിട്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എഗ്ഗാണ്. അത് ഭയങ്കര ചീപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളൊരു 50 മുട്ടയൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് 50-60 മുട്ടയൊക്കെ മേടിക്കുമ്പോൾ ഒരു 300 രൂപ 320 രൂപ ആവത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പുറത്താണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എനിക്കും കറക്റ്റായിട്ടൊന്നും അത് എത്തിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഈ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പം പോസിറ്റീവായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഫുഡിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നീട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതുപോലെ ഈ സിട്രിക് ഫ്രൂട്ട്സ്, അതായത് പുളിയുള്ള ഓറഞ്ച്, മാതള നാരങ്ങ, അതേമാതിരിയുള്ള നാരങ്ങ, ഇതുപോലുള്ള ഫ്രൂട്ട്സ് കണ്ടമാനമല്ല, ആവശ്യത്തിന് ഒരു ഗ്ലാസ് ജ്യൂസായിട്ട് കുടിക്കുന്നതിനേക്കാളും നല്ലത് റോ ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ്. ഓറഞ്ചൊക്കെ റോ ആയിട്ട് കഴിക്കുക, ചവച്ചരച്ച് കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഫൈബറും കാര്യങ്ങളും ഒക്കെ ചെല്ലും. നിങ്ങൾ ജ്യൂസായിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് പോകും. പിന്നെ അതിലേക്ക് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷുഗറിൻ്റെ കാര്യം പറയുമ്പോൾ ഷുഗർ കട്ട് ചെയ്യുക, കംപ്ലീറ്റ് കട്ട് ചെയ്യാനുള്ള. നിങ്ങളിപ്പോൾ 1 സ്പൂൺ ഷുഗർ ഇട്ടിട്ടാണ് ചായ കുടിക്കുന്നതെങ്കിൽ നേരെ പകുതി ഇതാക്കുക. ഞാൻ ഒരിക്കലും ചായ സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല. എനിക്കത് പറയാൻ റൈറ്റില്ല, ബിക്കോസ് ഞാൻ ഒരുപാട് ചായ കുടിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങൾ ഷുഗർ കണ്ടമാനം കുറയ്ക്കുക, കുറച്ച് ഷുഗറിൽ യൂസ് ചെയ്ത് ശീലിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതേമാതിരി തന്നെ നിങ്ങൾക്ക് വല്ല ഡൈജഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ജിഞ്ചർ ടീ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ആവശ്യമില്ലാതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു, ചില ആളുകൾ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്ന കാണാം, അല്ലെങ്കിൽ കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്ന കാണാം. ഇരുമ്പുളി ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ ഒന്നും മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്നവരെങ്കിലും ചെയ്യരുത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളവർ, ഇപ്പോൾ നെല്ലിക്കയുടെ സീസണാണോ, ഒരു നെല്ലിക്കയൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. ഇത് ബൾക്കായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകും. കിഡ്നിക്ക് അതേമാതിരി പണിയാണ് ജ്യൂസ് റോ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ. അതൊക്കെ ഭയങ്കര നിങ്ങൾ പോയിസൺ കഴിക്കുന്ന പോലെ തന്നെയുള്ള തുല്യമാണ്. ഇരുമ്പുളിയൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വയം സൂയിസൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറച്ച്, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് മുഖ്യമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ രീതിയിൽ കഴിക്കുക. പിന്നെ ഇല്ലാത്ത കാശ് മുടക്കി ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഒന്നും മേടിച്ച് കഴിക്കണ്ട. നിങ്ങളുടെ നാട്ടിൽ സീസണിൽ മാങ്ങയുടെ സീസണാണോ, മാങ്ങ കഴിക്കുക. ചക്കയുടെ സീസണാണോ, ചക്ക കഴിക്കുക. പൈനാപ്പിളിൻ്റെ സീസണാണോ, അത് വളരെ കുറച്ച് ഫുഡിനകത്ത് ഉൾപ്പെടുത്തുക. അധികം മധുരമുള്ള ഫ്രൂട്ട്സിലോട്ട് പോകാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണോ കഴിച്ചോ, പ്രോബ്ലം ഇല്ല. പിന്നെ നമ്മൾ റെഡ് മീറ്റ്സ് കഴിവതും ഒഴിവാക്കുക. നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ വായിലൊക്കെ കഴിക്കുക. കൊതി അതുപോലെ മൂക്കുമ്പോൾ കഴിച്ചു, പ്രോബ്ലം ഒന്നുമില്ല. ബീഫൊക്കെ കഴിച്ചു, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ അതുപോലെ കൊതി ഉണ്ടെങ്കിൽ മാത്രം കഴിവതും റെഡ് മീറ്റ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുക. മീനിനകത്താണെങ്കിലും റെഡ് കളർ മീറ്റുള്ള സംഭവം ഒഴിവാക്കാൻ ശ്രമിക്കുക. മീനൊന്നും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡയറ്റിനകത്ത് എന്നും മീൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മീൻ, മുട്ട, ചിക്കനൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ മൾട്ടി വൈറ്റമിൻസ് ആവശ്യമില്ലാതെ കഴിക്കരുത്. ഇടയ്ക്ക് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യുക. ABCD ടെസ്റ്റ് ചെയ്യുക. ഡി ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും കുറവ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 4 ആഴ്ചയിൽ 1 വീതമുള്ള വൈറ്റമിൻ ഡിയുടെ ച്യൂവബിൾ ആയിട്ടുള്ള മെഡിസിൻ കൺസ്യൂം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ ഹെൽത്തും ബാക്കിയുള്ള വൈറ്റമിൻസും എല്ലാം ബാലൻസ് ആയിക്കോളും. അല്ലാതെ ആവശ്യമില്ലാതെ കണ്ണിൽ കാണുന്ന മൾട്ടി വൈറ്റമിൻ ടാബോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ടാബോ, വൈറ്റമിൻ അങ്ങനത്തെ കുന്തവും കുറച്ചക്കറും ഒന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ കഴിക്കാൻ പോകില്ല. പിന്നെ ചില ഹോസ്പിറ്റലിൽ നിന്ന് ചിലവർ മൾട്ടി വൈറ്റമിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോളിക് ആസിഡ് ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും കഴിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ART മെഡിസിൻ മാത്രം കഴിച്ചാൽ മതി. എന്തെങ്കിലും വൈറ്റമിൻ എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടെങ്കിൽ അവർ മാത്രം കഴിക്കുക കേട്ടോ. അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയണത്, ഒരു ആവശ്യമില്ലാത്ത ഒരു ഗുളികയും കൈകൊണ്ട് തൊടാൻ പാടില്ല. നിങ്ങളുടെ ART അല്ലാതെ വേറൊന്നും കഴിക്കരുത്. ഫുഡിൽ നിന്ന് തന്നെ മാക്സിമം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മാത്രം ഫുഡ് അടിച്ചാൽ മാത്രം പോരാ. ശരീരം ഇളകി വർക്കൗട്ട് ചെയ്യുക, വ്യായാമം ചെയ്യുക. നല്ല രീതിയിൽ ഒരു 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക.
പിന്നെ നടക്കാൻ പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പൊന്നുമില്ല. എന്നും നടക്കാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനോട് കുന്തം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ നടക്കാൻ പോകുന്നവരെ കണ്ടിട്ടില്ലേ, വയറ് കുറയ്ക്കാൻ നടക്കാൻ പോകും, അവർ വർഷങ്ങളായിട്ട് നടക്കും, പക്ഷേ വയറ് അതുപോലെ തന്നെ ഇരിക്കും, കൈയും കാലം മാത്രം സൂക്ഷിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? നിങ്ങളുടെ നാട്ടിലുള്ള നടപ്പുകാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് സംഭവിക്കുക. നമ്മൾ ഏതൊരു എക്സസൈസും ഒരു 26-27 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആവും. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നടക്കുമ്പോൾ നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ലൈറ്റായിട്ട് ഉണ്ടാവും എന്നല്ലാതെ വലിയ ആനകുതിരയായിട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് തന്നെ ചെയ്യണം. ഡെയിലി മാറി 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 എക്സസൈസ് ചെയ്യണം. ബോഡിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്തിട്ടേ പ്രയോജനമുള്ളൂ. 45 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യുക, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുക, ഇതുപോലുള്ള വർക്കൗട്ട്. അത് ഏത് പ്രായക്കാരാണെങ്കിലും, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ആരാണെങ്കിലും ചെയ്യാൻ ഇല്ലാത്തവർ വീട്ടിലെങ്കിലും പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുക്കുക. അത് നിങ്ങളുടെ മസിൽ ഫൈബേഴ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ഫൈബേഴ്സ് ഉണ്ടാവുകയും നിങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. നമ്മൾ ഫുഡ് അടിച്ചിട്ട് മാത്രം കാര്യമില്ല, ഈ കാര്യങ്ങൾ കൂടെ ചെയ്യുക. കാർബ്സ് മാക്സിമം, അതായത് കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കുക, പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുക. കാർബ് വേണം, ആവശ്യമാണ്. പിന്നെ ഗുഡ് ഫാറ്റ്, നെയ്യൊക്കെ യൂസ് ചെയ്യുക, ഗുഡ് ഫാറ്റ് ആവശ്യത്തിന് യൂസ് ചെയ്യുക. പിന്നെ ഈ ബേക്കറിയിലുള്ള വട, ഇങ്ങനെ വറുത്തത് പൊരിച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. അതാണ് വേണ്ടത്. അതൊക്കെ ഓവർ കാലറീസാണ്. നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോറായിട്ട് കിടക്കും, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അത് യൂസ് ചെയ്യണ്ടേ. യൂസ് ചെയ്യാത്തവരെ സംബന്ധിച്ച് അതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഹാർട്ടിനും ഇതിനൊക്കെ ഫ്യൂച്ചറിൽ കംപ്ലൈൻറ്റ് ഉണ്ടാകും. സോ നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈ ഫിറ്റ്നസ് പാൽ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് ഒരാഴ്ച എൻട്രി ചെയ്യുക. നിങ്ങളൊരു മുട്ടായി കഴിച്ചാലും ശരി, ഒരു വട കഴിച്ചാലും ശരി, എല്ലാം അതിനകത്തുണ്ട്. ഇന്ത്യൻ ഫുഡ് എല്ലാം അതിനകത്തുണ്ട്. അത് എൻ്റർ ചെയ്യുക, ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടും, നിങ്ങൾ എത്രമാത്രം പ്രോട്ടീൻ വീക്കാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അത് വെച്ചിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാൻ ശ്രമിക്കുക. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ, നന്നായിട്ടിരിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കുക കേട്ടോ.